താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ. എങ്ങനെ ഇതൊക്കെ പറ്റും, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? ഒരു ഭക്തനായി ദൈവത്തിന്റെ പ്രോമിസസ് എന്ന് വെച്ചാൽ ദൈവം ഭക്തന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആദ്യത്തെ ചിന്ത, ആ ചിന്തയുടെ ഫലമായാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുവാനായി നിങ്ങൾ കൈനീട്ടാൻ വരട്ടെ. ആ നിങ്ങളുടെ ചിന്തയ്ക്ക് ഇന്ന് ഉത്തരം ലഭിക്കുവാൻ പോവുകയാണ്. അതൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ അത് സാധ്യമായി തീരും? ഒത്തിരി തവണ ശ്രമിച്ചതാണ്, ആ ശ്രമിച്ചുള്ള പരാജയമാണ് പുതിയൊരു ശ്രമത്തിന് അനുവദിക്കാത്ത വിധം നിങ്ങളിൽ മടിപ്പുളവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ചിന്തിക്കുവാനായി പോകുന്നത്, പ്രോമിസസ് പ്രാപിച്ചെടുക്കുവാൻ നാം എന്തു ചെയ്യണം, എങ്ങനെ ആയിരിക്കണം, അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിനായി ഒരു പ്രോമിസ് നിങ്ങളുമായി ഞാൻ പങ്കുവെച്ച് മെസ്സേജിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പ്രോമിസ്, ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരോടുള്ള ദൈവത്തിന്റെ ഒരു പ്രോമിസ് തന്നെ. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ആ പ്രോമിസ്, നിങ്ങൾക്കുള്ള പ്രോമിസ് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് വചനത്തോടൊപ്പം വന്നാട്ടെ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴേ താണിരിപ്പീൻ. ഉയർത്തുവാൻ ദൈവം ഭക്തനിൽ ആഗ്രഹിക്കുന്നത് ഉയർച്ചയാണ്. ദൈവത്തിന്റെ പ്രോമിസ് എല്ലായ്പ്പോഴും ഭക്തന്റെ ഉയർച്ചയാണ്. ലോകവും പിശാചും അവനെ താഴ്ത്തുവാനും തകർക്കുവാനും കരം പിടിച്ച് താഴേക്ക് വലിച്ചു കൊണ്ടുപോകുവാനും ശ്രമിക്കുമ്പോൾ ദൈവം തന്റെ ഭക്തന് നോക്കി പറയുന്നു, നിങ്ങൾക്ക് ഉയർച്ചയുണ്ട്, നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകണം. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു വിശ്വാസിയായി, ഒരു ഭക്തനായി നീ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നോട് ദൈവത്തിന് പറയുവാനുള്ളത് അതുതന്നെ, നിന്റെ ഉയർച്ച. ആമേൻ. പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ അടുത്തൊരു സംശയം കടന്നു വരും, ഇതെങ്ങനെ സാധിക്കും? കാരണം ഈ ലോകത്തിൽ ഉയർച്ച ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ നമുക്കറിയാം. ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ അതിന് പിന്നിൽ ഉണ്ടായിരിക്കണം, അല്ലേ? അങ്ങനെയല്ലേ? ചില കഴിവുകളുള്ളവർക്കേ ഉയരുവാൻ കഴിയത്തുള്ളൂ. നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള ഭവനങ്ങളിൽ ജനിക്കുന്നവർക്ക് മാത്രമേ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഉയരുവാൻ കഴിയത്തുള്ളൂ. ചില അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആഗ്രഹിക്കുന്നത് പോലെ ഉയർന്ന് മുൻപോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവം നമ്മോട് പറയുന്ന പ്രോമിസസ്, ദൈവിക വാഗ്ദത്തങ്ങൾ, നമ്മുടെ ഉയർച്ചയെക്കുറിച്ചുള്ള, നമ്മുടെ വളർച്ചയെക്കുറിച്ചുള്ള, നമ്മുടെ നന്മയെ, നല്ല കാലത്തെക്കുറിച്ചുള്ള ആ ഉറപ്പുകൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമായി പോകുന്നത്, നമുക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയമായി പോകുന്നത്. അപ്പോൾ അങ്ങനെയാണോ? ലോകത്തിൽ നിന്ന് നാം കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് പോലെയാണോ? ചിലതൊക്കെ വേണമോ ഉയരുവാൻ? വേദപുസ്തകത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ അടിസ്ഥാനം വചനമാണല്ലോ. പത്രോസ് എന്ന അപ്പോസ്തലനിലൂടെയാണ് തനിക്ക് മുമ്പിലായിരിക്കുന്ന ജനത്തിന്റെ ഉയർച്ച ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. ആ ജനം എന്തൊക്കെ കഴിവുകളും ഏതൊക്കെ നിലകളിൽ അനുഗ്രഹങ്ങളും ബാക്ക്ഗ്രൗണ്ടുകളും ഉള്ളവരാണ് നോക്കാം. അതേ പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനത് വായിക്കാം കേട്ടോ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥൂന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളായി ചിതറിപ്പാർക്കുന്ന ആർക്കാണ് എഴുതിയിരിക്കുന്നത്? യെരുശലേമിൽ ദേവാലയം ചുറ്റിപ്പറ്റി ദൈവം തന്റെ ഭക്തനോട് ഉടമ്പടി ചെയ്ത അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം യെരുശലേമിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് ചിതറപ്പെട്ട് പൊന്തോസിലും കപ്പദോക്യയിലും ഗലാത്യയിലും ചിതറിയായിരിക്കുന്നു. അവരുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് അവർ പറഞ്ഞു പോയിരിക്കുന്നു. യെരുശലേം എന്ന ആലയത്തെ ചുറ്റിപ്പറ്റിയാണ് യഹൂദന്റെ വളർച്ച. ദൈവത്തോടൊപ്പം ചേർന്നുള്ളതാണ് യഹൂദന്റെ വളർച്ച. ആ അവസ്ഥ അവർക്ക് ഇല്ലാതെയായിരിക്കുന്നു. വലിയ ഉപദ്രവം അവർ നേരിട്ടിരിക്കുന്നു. അവർ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയവരാണ്, ജീവൻ കയ്യിൽ പിടിച്ച് ഓടിപ്പോയവർ. അതെങ്ങനെയായിരിക്കുമെന്ന് ഞാൻ വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ഓർത്ത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരു 100 രൂപ, അല്ലെങ്കിൽ പോട്ടെ 1000 രൂപ നിങ്ങൾ ഒരാളിന് കടം കൊടുക്കുന്നു, തിരികെ കിട്ടുന്നില്ല. പലർക്കും ഉറക്കം വരത്തില്ല. കിട്ടിയില്ലല്ലോ, തന്നില്ലല്ലോ, തരുമോ?
കാരണം മറ്റൊന്നുമല്ല, അത്രമാത്രം 1000 രൂപ ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. കൊള്ളക്കാരുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആ കൊള്ളക്കാരുടെ കയ്യിൽപ്പെടാതെ നേടിയെടുത്തത് ഇതാ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചതും ചേർത്ത് വെച്ചതും ഭാവിക്ക് സുരക്ഷിതത്വത്തിന് നന്നായിരിക്കണമെന്ന് കരുതിയതും മുഴുവൻ വിട്ടുകളഞ്ഞിട്ട് പ്രാണൻ കയ്യിൽ പിടിച്ച് സ്വന്തം ബന്ധങ്ങളെ സകലത്തെയും വിട്ട് ഓടുന്ന ഒരു ജനവിഭാഗം അഫ്ഗാനിസ്ഥാനിൽ. ഒന്ന് താഴെ വയ്ക്കുവാൻ മക്കളുള്ള അമ്മയപ്പന്മാർക്കറിയാം. മക്കളെ ഒന്ന് താഴെ വയ്ക്കുവാൻ മനസ്സനുവദിക്കത്തില്ല. എപ്പോഴും എടുത്തു വെച്ചുകൊണ്ടിരിക്കണം. അതല്ലേ ആഗ്രഹം. ആ കുഞ്ഞുങ്ങളെ മുള്ളുവേലിക്ക് മുകളിൽ കൂടെ അപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. പട്ടാളക്കാരുടെ കയ്യിൽ കിട്ടി, അവരുടെ ജീവൻ രക്ഷപ്പെടട്ടെ, അവർ തല്ലി തകർക്കപ്പെടാതിരിക്കട്ടെ. അങ്ങനെ ഉപദ്രവം മുഖാന്തരം പ്രാണഭയത്തിൽ ഓടുന്നവരുടെ കൂട്ടം, അവിധത്തിൽ ഓടി ചിതറി പല സ്ഥാനങ്ങളിലായിപ്പോയവർ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമായിരിക്കുന്ന അതേ അവസ്ഥയിലായ യഹൂദനോട് പത്രോസിലൂടെ ദൈവം സംസാരിക്കുന്നു. നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. നിങ്ങൾ ചിതറിപ്പോയ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്, നിങ്ങൾക്കൊരു ഉദ്ധാരണമുണ്ട്. സഹോദരാ, സഹോദരി, നീ ചിതറിപ്പോയിടത്ത്, നീ തകർന്നു പോയിടത്ത്, നിന്റെ താഴ്ച കണ്ടിടത്ത് നിനക്കൊരു ഉയർച്ചയുണ്ട്. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം ഈ പകലിലും നിനക്കൊപ്പം. ആ ജോലി സ്ഥലത്ത് സഹോദരാ ചിതറിപ്പോയോ? ഉപദ്രവിക്കപ്പെട്ട് ഓടി ഒളിക്കുന്ന അനുഭവത്തിൽ എത്ര നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയും? ആരെന്നെ സഹായിക്കും? ഭാരപ്പെട്ട് വേദനയോടെ ആയിരിക്കുന്നു. അവിടെ നിനക്കൊരു ഉയർച്ചയുണ്ട്. എൻ്റെ ദൈവം നിന്നോട് പ്രോമിസ് ചെയ്യുകയാണ്, നിനക്കൊരു ഉയർച്ചയുണ്ട്. മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകൾക്ക് ഒരു ഉയർച്ചയുണ്ട്. അതേ ചിതറിപ്പോയവരായി നിങ്ങളെ കണ്ടവരുടെ മധ്യത്തിൽ നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. നിങ്ങൾ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് തിരികെ വരുവാൻ പോകുക. നിങ്ങളെ തിരികെ കൊണ്ടുവന്ന് ഉയർത്തുന്ന ഒരു ദൈവം. ആ ബാധ്യതയിൽ നിന്ന് നിങ്ങളെ തിരികെ കൊണ്ടുവന്ന് ഉയർത്തുന്ന ഒരു ദൈവം. ആ രോഗത്തിൽ നിന്ന് നിങ്ങളെ തിരികെ കൊണ്ടുവന്ന് ആരോഗ്യമുള്ള ശരീരം നൽകി നിങ്ങളെ രോഗികളായി കണ്ടവരുടെ മധ്യത്തിൽ നിങ്ങളെ ഉയർത്തുന്ന ദൈവം. ആ ദൈവം ചിതറിപ്പോയവരെ ഉയർത്തുന്നു. എന്താണ് അതിന് അടിസ്ഥാനം? എങ്ങനെ? ഇത് വെറും വാക്കാണോ? ഓ സ്തോത്രം. പലപ്പോഴും മെസ്സേജുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ചിന്ത വരും, ഇതൊക്കെ വെറുതെ അങ്ങ് പറയുന്നതാണ്. വെറുതെ പറയുന്നതല്ല പ്രിയരെ, അത് ലോകം പറയുന്നതാണ്. വെറുതെ പറയുന്ന ഒത്തിരി പേരെ നിങ്ങൾ ലോകത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഇടപാടുകൾ മുഴുവൻ അവിധത്തിലുള്ളവരുമായതുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിച്ചേക്കാം. എന്നാൽ ഞങ്ങളുടെ ഇടപാട് മുഴുവനും വെറും വാക്ക് പറയാത്തവരോട് ഒപ്പമാ. ആമേൻ. അവൻ വെറും വാക്ക് പറയത്തില്ല. ഞാനുമായി ഇടപാടുള്ളവൻ വെറും വാക്ക് പറയത്തില്ല. അവൻ വാക്ക് പറഞ്ഞാൽ അത് ഓക്കെയാ. ആമേൻ. വചനം പറയുന്നു അത് വെറും വാക്കല്ല. കാരണം 1 പത്രോസിന്റെ തന്നെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിങ്ങൾ ഉയരുവാനുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. വചനം പറയുന്നു അവൻ കരുതുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉയർച്ച ഉറപ്പാണ്. നിങ്ങൾ ഉയരുവാൻ വേണ്ടത് ചിതറിപ്പോയവരായി, ജോലി നഷ്ടപ്പെട്ടവരായി, പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിങ്ങളായിരിക്കുമ്പോഴും കേൾക്ക്, നിങ്ങൾ ഉയരുവാൻ വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്. ഓ സ്തോത്രം. സഹോദരി, നിന്റെ കുടുംബജീവിതം അനുഗ്രഹമായി മുൻപോട്ട് പോകുവാൻ വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്. ആ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിന് വേണ്ടത്, നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്. ആ സ്വസ്ഥത, ആ സമാധാനം, പരസ്പരമുള്ള വിശ്വസ്തത, അഥവാ പിതാവേ കർത്താവ് കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ മക്കളുടെ ഉയർച്ച അത് വെറും വാക്കല്ല, അത് വെറുതെ പറയുന്നതല്ല. ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ ഒന്നുമില്ല, നിങ്ങളുടെ മക്കൾക്കും ഒന്നും ഉണ്ടാക്കിയെടുക്കുവാനും കഴിയില്ല. അതാണ് നിങ്ങളുടെ വേദന. ഇതുവരെ അവരൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് മക്കൾക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കുവാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ? ഹൗ ഈസ് പോസിബിൾ? എങ്ങനെ ഇത് സാധ്യമായി തീരും? എങ്ങനെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പ്രോമിസ് എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ സാധ്യമായി തീരും? എങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് വചനം പറയുന്നു അവൻ കരുതിയിട്ടുണ്ട്. ഓ സ്തോത്രം. നിങ്ങളുടെ തലമുറകൾ ഉയർച്ച പ്രാപിക്കുവാൻ വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്. ദൈവം കരുതിയിട്ടുണ്ട്. ആമേൻ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാൻ വേണ്ടത്, ആ ബിസിനസ് അനുഗ്രഹമായി തീരുവാൻ വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്. വെറും വാക്ക് പറയുന്നവനല്ല ദൈവം, പിന്നെയോ അവൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വചനം പറയുന്നു നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ വച്ചുകൊള്ളുക. അപ്പോ എന്ത് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ
ആ ഉയർച്ച പ്രാപിക്കുവാൻ ദൈവമൊരുക്കിയിട്ടുള്ള ദൈവിക കരുതലുകളെ നമ്മുടെ അവകാശമാക്കി നമുക്ക് നേടുവാനായിട്ട് കഴിയും. അതിനായി പത്രോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ ചിന്താകുലങ്ങളെ ഇട്ടുകളയുക. എവിടെ? കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ ചിന്താകുലങ്ങളെ ഇട്ടുകളഞ്ഞ് അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുക. ആമേൻ. അവൻ കരുതുന്നവനാണ്, കരുതിയിട്ടുണ്ട്, വെറും വാക്കല്ല, അവൻ അതിനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുള്ളവനാണ്. പ്രിയരെ, വെറുതെ പറഞ്ഞു പോവുകയല്ല. കർത്താവ് പറയുന്നു, എൻ്റെ കരങ്ങൾക്ക് ബലമുണ്ട് നിങ്ങളെ ഉയർത്തുവാൻ. ആ കരത്തിന് കീഴിൽ താണിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഏണി വെച്ച് കയറിയിട്ടും ലിഫ്റ്റിൽ കയറി പോയിട്ടും എത്തുവാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് നിങ്ങളെ ഉയർത്തുവാൻ. ഓ, താങ്ക് യു ലോർഡ്. ചിലർ വിമാനം കയറിയൊക്കെ പോയി. ആമേൻ. എന്നിട്ടും ഒരു ഉയർച്ച സങ്കടത്തോടെ ആയിരിക്കുക, കരയുക, തിരികെ പോരേണ്ടി വന്നു, തള്ളപ്പെട്ടു പോയി, വിജയിക്കുവാൻ കഴിഞ്ഞില്ല, ഞാൻ പരാജിതനാണ്, ഞാൻ പരാജിതയാണ്, ആർക്കും ഒന്നിനും കൊള്ളാത്തവനായി, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക് കൊള്ളാത്തവളായി ഞാൻ മാറിയിരിക്കുന്നു, പ്രയോജനമില്ലാത്തവളായി, ഒന്നിനും കൊള്ളാത്തവളായി, ആർക്കും നിന്നെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് സങ്കടത്തോടെ ആയിരിക്കുന്നു. നീ പ്രതീക്ഷിച്ച, നീ ആശ്രയിച്ച, നീ നോക്കിയ ആർക്കും, എന്തിന്, നിന്റെ കഴിവുകൾക്ക് പോലും നീ ആഗ്രഹിച്ച നിലയിലേക്ക് നിന്നെ ഉയർത്തുവാൻ കഴിഞ്ഞില്ല എന്നോർത്ത് സങ്കടത്തോടെ ആയിരിക്കുന്നു. ബലമുള്ള കരങ്ങൾക്ക് കീഴെ, സർവശക്തനായ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴെ താണിരിക്ക്, അവൻ നിന്നെ ഉയർത്തും. ഓ, താങ്ക് യു ലോർഡ്. ആ കരങ്ങൾക്ക് ശക്തിയുണ്ട്. പ്രിയരേ, എന്റെ കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങളെ ഉയർത്തുവാൻ. താൻ പറഞ്ഞ തന്റെ വാക്ക് നിറവേറ്റുവാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങൾക്ക് ബലമുണ്ട്. പറയാൻ എളുപ്പമാ ദൈവദാസനെ. ടെൻഷൻ, നിരാശ, ഫ്രസ്ട്രേഷൻ, അയ്യോ, അതാ പറഞ്ഞ ചിന്താകുലം ഇട്ടുകളയുക. ഇതും വച്ചുകൊണ്ട് താണിരിക്കുവാൻ കഴിയത്തില്ല. ഇതുള്ളിടത്തോളം, ഈ ആകുല ചിന്തയും ഉത്കണ്ഠയും ഭയവും ഭ്രമവും പേടിയും ഇതുള്ളിടത്തോളം കാലം ആ ബലമുള്ള കരങ്ങൾക്ക് കീഴെ താണിരിക്കുവാൻ കഴിയത്തില്ല. ഇട്ടുകളയണം. അപ്പോ എങ്ങനെ കഴിയും? നമുക്ക് പാടാ. നമ്മുടെ പ്രശ്നം അതാ, ഈ ചിന്താകുലം, ഈ ടെൻഷൻ, ഈ ഫ്രസ്ട്രേഷൻ, ഈ സ്ട്രെസ് ആ നീട്ടിയിരിക്കുന്ന കരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുവാൻ നമുക്ക് വയ്യ. കർത്താവിന്റെ കരം നീട്ടപ്പെട്ടിരിക്കുക. തോമസിനെ നീട്ടി കാണിച്ച ആ കരം, ആണികൊണ്ട് മുറിപ്പാടുള്ള ആ കരം, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടുക. ആ കരത്തിലേക്ക് നിന്റെ ഭാരങ്ങളെ വച്ചു കൊടുക്കുക. ആ കരത്തിലേക്ക് നിന്റെ വേദനകളെ, നിന്റെ സ്ട്രെസ്സിനെ, നിന്റെ നിരാശയെ, നിന്റെ കണ്ണുനീരിന്റെ ഓർമ്മപ്പെടുത്തലുകളെ വച്ചു കൊടുക്കുക. ആ മരക്കുരിശ് ചുമന്നവൻ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ദേഹം മുഴുവൻ ഉഴവ് ചാല് പോലെ കീറുവാൻ ഏൽപ്പിച്ചു കൊടുത്തവൻ നിന്റെ ഭാരത്തെ ചുമക്കും. ആ കർത്താവിനെ കുറിച്ച് വചനം പറയുന്നു, നാൾ തോറും നിന്റെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ്. ആ നല്ല കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എങ്ങനെ? അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവിക കരുതൽ പ്രാപിച്ച് ഉയർച്ച പ്രാപിച്ച ഒരു ഭക്തന്റെ ജീവിതത്തിലേക്ക് അല്പമായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, എന്തുകൊണ്ട് നമ്മുടെ ചിന്താകുലങ്ങൾ നമുക്ക് ഇട്ടുകൊടുക്കുവാൻ കഴിയുന്നില്ല? കാരണമുണ്ട്. നോക്കിയേ, ആബ്രഹാം എന്ന ആ ഭക്തൻ ദൈവിക കരുതൽ അനുഭവിക്കുവാൻ പോവുകയാണ്. 22-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, തൻ്റെ ജീവിതത്തിൽ വലിയൊരു ആകുല ചിന്ത, ഒരു ഭയപ്പെടുത്തുന്ന അവസ്ഥ, പരിതാപകരമായ അവസ്ഥ കടന്നു വരുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പരീക്ഷയിലൂടെ ആബ്രഹാം കടന്നു പോവുകയാണ്. ദൈവം പറയുന്നു, നിന്റെ മകനെ എനിക്ക് തരിക. നീ സ്നേഹിക്കുന്ന മകനെ, വെറും മകനെയല്ല ചോദിക്കുന്നത് കേട്ടോ, നീ സ്നേഹിക്കുന്ന ആബ്രഹാമെ, നീ സ്നേഹിക്കുന്ന മകനെ എനിക്ക് തരിക. ഒരു വലിയ കണ്ണുനീരിന്റെ അനുഭവത്തെ മറന്നു കളഞ്ഞ് ജീവിച്ച് മുൻപോട്ട് പോകുവാൻ പറയുവാൻ എളുപ്പമാണ്. ദുരിതങ്ങൾ ആക്സിഡന്റലായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പെട്ടെന്ന് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരും. അതിനെ നാം അതിജീവിച്ചേ പറ്റത്തുള്ളൂ. നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ ഒരു ദിവസം കാട്ടിലൂടെ വേട്ടയാടി നടക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുട്ടനാട് കുത്തി ചത്തുപോയവനല്ല ഈസഹാക്ക്. അല്ലെങ്കിൽ പാറപ്പുറത്തുനിന്ന് വഴുതി വീണ് തലയിടിച്ച് ചത്തുപോയവനുമല്ല, നഷ്ടപ്പെട്ടു പോയവനല്ല.
അബ്രഹാമിന്റെ ചിന്താകുലം ഇസഹാക്ക് തനിക്ക് മുൻപിൽ നഷ്ടപ്പെടുവാൻ പോകുന്നു. അതിന്റെ ഭീകരത നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയാണ് നഷ്ടപ്പെടുവാൻ പോകുന്നത്. മാത്രമല്ല, തൻ്റെ ഒരു തീരുമാനത്തിന് മകനെ രക്ഷപ്പെടുത്തുവാൻ കഴിയും. താൻ സമ്മതിച്ചില്ല എങ്കിൽ, തനിക്ക് വേണ്ടെന്ന് തോന്നിയാൽ, വേണ്ട ഈ യാഗം വേണ്ടെന്ന് വെച്ചാൽ മകന് ജീവൻ കാണും. അതാണ് റിയൽ പ്രതിസന്ധി. എന്തൊരു കഠിനമായ മാനസിക വിധയായിരിക്കും അല്ലേ? ആ അവസ്ഥയിൽ അബ്രഹാം എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യനായി ബിഹേവ് ചെയ്യുന്നില്ല, മറിച്ച് അവനൊരു ഭക്തനായി പെരുമാറുകയാണ്. ഓ താങ്ക് യു ലോർഡ്. ഒരു ഭക്തന്റെ പെരുമാറ്റം ഭക്തനെ പോലെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഭക്തനായി തന്നെ ആയിരിക്കണം. ദൈവം അത് എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ മക്കളായി നമ്മളോട് പെരുമാറണം. ആമേൻ. അങ്ങനെ വേണ്ടേ? അല്ലാതെ വഴിയെ പോകുന്ന ആരെങ്കിലുമായി നമ്മെ കരുതുകയോ നമ്മളോട് പെരുമാറുകയോ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ശരിയാകത്തില്ല. മോശം. അപ്പനായി തന്നെ നമ്മളെ കാണണം, മക്കളെ പോലെ പെരുമാറണം. അപ്പോൾ ഭക്തനായി പെരുമാറുവാൻ അബ്രഹാം തീരുമാനിച്ചു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസം. ആ സ്ട്രെസ്, ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന. നമുക്കറിയാം, ഗത്ശമനയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ശരീരം തകർക്കപ്പെടുന്ന വേദന സഹിക്കുവാൻ കഴിയാതെ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി തരയണമേ. സ്വന്തമായി തകർക്കപ്പെടുന്ന അവസ്ഥ കർത്താവായ യേശു ക്രിസ്തുവിന് താങ്ങുവാൻ കഴിയാത്ത മനോവ്യത ഉണ്ടാക്കുന്നു. ഞരമ്പ് പൊട്ടി രക്തം പുറത്തു വരുന്നു. ശ്രദ്ധിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്നുണ്ടായ വേദനയിലും എത്രയോ വലുതാണ് പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ഒരു വേദനയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ വിഷമം, നിരാശ. ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു അപ്പനായി അമ്മയായി എന്നെ കേൾക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എൻ്റെ കുഞ്ഞിൻ്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുനീരടക്കുവാൻ എൻ്റെ കൈ ഞാൻ കടിച്ചു മുറിച്ചു. ആ വേദന എനിക്കൊന്നുമായി തോന്നിയില്ല. ഒരു മുള്ളു കൊണ്ടാൽ സഹിക്കുവാൻ കഴിയാത്ത എൻ്റെ ശരീരത്തെ എനിക്ക് കടിച്ചു മുറിക്കുവാൻ കഴിഞ്ഞത് അതിലും എത്രയോ വലിയ വേദന. എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. സഹിക്കുവാൻ കഴിയത്തില്ല. ഞാൻ പറയും, കർത്താവ് യേശു ക്രിസ്തു ഗത്ശമനയിൽ മനോവ്യതയോടെ നിലവിളിച്ചുവെങ്കിൽ അതിൻ്റെ ഒരു 10 ഇരട്ടി അധികം മനോവ്യത അബ്രഹാം അനുഭവിച്ചു കാണണം, ഭ്രാന്ത് പിടിച്ചു കാണണം. ഞാൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കിളിമാനൂർ വരെ ബൈക്കിൽ കരഞ്ഞുകൊണ്ട് ഓടിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിന് ഇനി 3 ദിവസം മാത്രമേ ആയുസുള്ളൂവെന്ന് SITയിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ, മറ്റു പ്രഗത്ഭന്മാരുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, പക്ഷെ അന്ന് ആ സമയത്ത് എനിക്കറിയാമെന്നുള്ള പ്രാഗൽഭ്യമുള്ളവരൊക്കെ അവിടെ ആയിരുന്നു. 1 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെയും കൊണ്ട് വേറെ എവിടെ പോകാൻ? എൻസൈക്ലോപീഡിയ തപ്പിപ്പോകുവാനുള്ള സമയമൊന്നുമില്ല. കണ്ണുനീർ മാത്രം വരുന്ന അവസ്ഥ. ആ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും സംഭവിച്ച് അവന് മുമ്പേ ഞാൻ പോയാൽ മതിയെന്ന് ഭ്രാന്ത് പിടിച്ച അവസ്ഥ. അത്രമാത്രം കഠിനമായ വ്യഥയെ ഒരു ഭക്തനെ പോലെ അബ്രഹാം കൈകാര്യം ചെയ്യുന്നു. പ്രിയരേ, സഹോദരാ, സഹോദരി, മാതാവേ, പിതാവേ, ഒരു ഭക്തനായി നിങ്ങളുടെ തലമുറകളിൽ നിന്നായിരിക്കുന്ന അവസ്ഥയെ കൈകാര്യം ചെയ്യുക. നിങ്ങൾ കാണുന്നത് ശരിയാണ്. അവർ നശിച്ചു കൊണ്ടിരിക്കുകയാണ്, മധ്യത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ആകാത്ത കൂട്ടുകെട്ടുകളിൽ അവർ തകർന്നുകൊണ്ടിരിക്കുന്നു. അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് അവർ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിന് അവർ ഭാരമായിരിക്കുന്നു. ശരിയാണ്. ആ ഭാരത്തെ, ആ മരണവേദനയെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഒരു ഭക്തനെ പോലെ ബിഹേവ് ചെയ്യും. സഹോദരി, വലിയ പ്രതിസന്ധിയാണ് നിന്റെ ജീവിതത്തിലുള്ളത്. സഹോദര, നീയും അതേ പ്രതിസന്ധി. നിന്റെ ഭാര്യ, നിന്റെ കുഞ്ഞ് നിന്റേതല്ലാതായി മാറുവാൻ പോകുന്നു. സഹിക്കുവാൻ കഴിയുന്നില്ല. മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. മരണം മതി കർത്താവേ. മരണമല്ല സഹോദരി, അത് ലോകത്തിൻ്റെ നീതിയാ. മരണം, നീ മരിച്ചാലേ സകലത്തിനും പരിഹാരമാകും. അത് ലോകത്തിൻ്റെ നീതിയാ, ദൈവത്തിൻ്റെ നീതി അതല്ല. ഓ സ്തോത്രം. ആ ഭാരത്തെ
ഒരു ഭക്തനെ പോലെ ബിഹേവ് ചെയ്ത് അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നീ തയ്യാറാണോ? ആ കടമെന്ന ഭാരത്തെ, നിനക്ക് മാനഹാനി വരുത്തുന്ന, നിന്റെ മക്കളുടെ മുമ്പിൽ, നിന്റെ ഒപ്പമുള്ളവരുടെ മുമ്പിൽ നിന്റെ തല കുനിപ്പിച്ച ആ ഭാരത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആ സ്ട്രെസ്സിനെ, ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയെ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു ഭക്തനായി ബിഹേവ് ചെയ്യുവാൻ അബ്രഹാമിനെ പോലെ റെഡിയാണോ? അബ്രഹാം ഒരു ഭക്തനായി ബിഹേവ് ചെയ്തു. തീർന്നില്ല. 2, ഏറ്റവും വലിയ പ്രശ്നം, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ കർത്താവിന്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴെ താനിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമ്പോൾ മുൻപിൽ നിന്ന് കടന്നു വരുന്ന അടുത്ത പ്രതിസന്ധി ചോദ്യങ്ങൾ. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിഞ്ഞേ പറ്റത്തുള്ളൂ. ചില ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്ത് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ചില ചോദ്യങ്ങൾ കടന്നു വരും, നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മെ തകർത്ത് കളയുന്ന ചില ചോദ്യങ്ങൾ. നീ ഇപ്പോഴും ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? കേട്ട് തഴമ്പിച്ച ചോദ്യം. എത്രയോ തവണ നിന്റെ വിശ്വാസ ജീവിതം തന്നെ തകർന്നു പോകുവാൻ ഇടയായ ചോദ്യം. ഈ ദൈവത്തിൽ നീ ഇപ്പോഴും വിശ്വസിക്കുന്നുവോ? നിനക്കെങ്ങനെ ഇത്ര കിഡിഷായി, ഇത്ര ബോധശൂന്യനായി പെരുമാറുവാൻ കഴിയുന്നു? ഈ ദൈവത്തിൽ ഇപ്പോഴും നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുവോ? നീ എന്തൊരു വിഡ്ഢിയായ മനുഷ്യനാണ്, നീ എന്തൊരു സ്ത്രീയാണ്. ഇപ്പോഴും നീ ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ്. ചോദ്യം കടന്നു വരികയാണ്. ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ ഭയപ്പെട്ടു പോകുന്നു. കണ്ടില്ലേ, നോക്ക്, അവിടെ അവൻ, അവൾ, അവരുടെ ജീവിതം, അവന്റെ ജീവിതം. ചോദ്യങ്ങൾ. അബ്രഹാം ചോദ്യം കേൾക്കുകയാണ്. ഇസഹാക്ക്, നമ്മൾ വിചാരിക്കും ആ പരിശോധനയുടെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കേവലം 7 or 8 വയസ്സുള്ള ഒരു കുഞ്ഞു ചെക്കൻ അല്ല, 25 വയസ്സ് പ്രായമുള്ള യൗവനയുക്തനായ ബുദ്ധിയുറച്ച ആരോഗ്യമുള്ള ഒരുവൻ. തൻ്റെ ശരീരത്തെ യാഗമായി സമർപ്പിക്കുവാനുള്ള വിറകും കത്തിയും ചുമന്ന് നടക്കുവാൻ, ചുമന്ന് മല കയറുവാൻ ആരോഗ്യമുള്ളവൻ. ആ മകൻ ചോദിക്കുന്നു 22-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, അപ്പാ, ഡിയർ ഫാദർ, വിറവുണ്ട്, കത്തിയുണ്ട്, അപ്പാ യാഗവസ്തു എവിടെ? 25 വയസ്സുകാരൻ, ബുദ്ധിയുള്ളവൻ, അവന്റെ ഉള്ളിൽ അറിയാം അപ്പന്റെ കത്തിക്ക് ഇരയായി അവന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പോകുന്ന യാഗം ഞാനാണ്. ആ ചോദ്യം കേൾക്കുമ്പോൾ ഉള്ള നൊന്ത് അബ്രഹാം ഉള്ളിൽ പറഞ്ഞിരിക്കണം, അതേ മകനെ, നീയാണ് യാഗം, നീയാണ് യാഗവസ്തു. നിന്നെ ബലി കഴിക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ വിധിക്കപ്പെട്ട കഥഭാഗ്യനായ പിതാവ് ഞാനാണ്. ഉള്ളം കരഞ്ഞിരിക്കണം. ആ ചോദ്യത്തെ അബ്രഹാം അതിജീവിക്കുകയാണ്. തന്റെ പുത്രന്റെ ഉള്ളം തകർന്നുള്ള ചോദ്യത്തെ അബ്രഹാം അതിജീവിക്കുകയാണ്. പ്രിയരെ, ചിലതിനെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ആ അതിജീവനമാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. കാൽവരി ക്രൂശിൽ ഇതേ ശബ്ദമുയരുകയാണ്, പിതാവേ, പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത്? നീ എന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കാത്തതെന്ത്? ആ പിതാവ് സ്വന്തം പുത്രനെ ആദരിക്കാത്തത് കൊണ്ട് ഇന്ന് പറയുവാനും കേൾക്കുവാനും ഞാനും നിങ്ങളും ഉണ്ടായി. നമുക്ക് രക്ഷയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതൽ നമ്മെ തേടി വന്നു. ആ പിതാവ് ആ ഭാരത്തെ, ആ ചോദ്യത്തെ അവഗണിച്ചതുകൊണ്ട് അബ്രഹാം ആ ചോദ്യത്തെ അവഗണിച്ചു. ചോദ്യത്തെ ഭയപ്പെട്ട് സാറായെ ഭവനത്തിലിരുത്തി. ചോദ്യം ചെയ്തേക്കും, ചിലപ്പോൾ പിടിച്ചടിച്ചേക്കുമെന്ന് ഭയന്ന് ഒരു ദിവസത്തെ യാത്ര ബാക്കിയുള്ളപ്പോൾ ബാല്യക്കാരനെ മാറ്റി നിർത്തി. അവൻ സഹിച്ചു എന്ന് വരത്തില്ല. യജമാനനെ എനിക്കറിയാം. അവന്റെ 25 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയതാണ്. എന്റെ യജമാനത്തിയുടെ കണ്ണുനീരിന്റെ ഫലമാണ്. അവനെ ഇതാ ഈ മനുഷ്യൻ ബലി കൊടുക്കുവാൻ പോകുന്നു. ഇനി ഞാൻ ദാസനെ പോലെ നോക്കി നിൽക്കത്തില്ല. ചിലരൊക്കെ പ്രതികരിക്കും, ഭയമാണ്. ഓ, താങ്ക് യു ലോർഡ്. ആ ചോദ്യങ്ങളെ അവഗണിച്ചു. ആമേൻ. ചില ചോദ്യങ്ങളെ അവഗണിക്കുവാൻ തയ്യാറാണോ? ഫലം എന്താണ്? അതേ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു,
കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കുടുക്കപ്പെട്ട് അവനുള്ള കരുതൽ കിടക്കുകയാണ്. ഒരു ആട്ടുകൊറ്റന് യേശുവിൻ നാമത്തിൽ നിനക്കുള്ള കരുതൽ പെട്ട് കിടപ്പുണ്ട്. ഓ താങ്ക് യു ലോർഡ്. ദൈവം പെടുത്തിയിട്ടുണ്ട് നിനക്കുള്ള കരുതൽ. നിനക്ക് പുറത്തു വരുവാൻ, നിന്റെ തലമുറയുമായി തന്നെ മടങ്ങുവാൻ, നിന്റെ നന്മയുമായി തന്നെ മടങ്ങുവാൻ, നിന്റെ ആരോഗ്യമായി തന്നെ മടങ്ങുവാൻ, നിന്റെ അനുഗ്രഹമായി തന്നെ മടങ്ങുവാൻ വേണ്ടത് ദൈവം പെടുത്തിയിട്ടുണ്ട്. ഓ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ കരുതൽ അബ്രഹാം അനുഭവിക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടായിരിക്കാം, ഇന്നത്തെ നിരീശ്വരവാദികളെ പോലെ, ഹോ എന്തൊരു ദൈവം, വെറുതെ ഒരു മനുഷ്യനെ 3 ദിവസം ടെൻഷൻ അടിപ്പിച്ച് അവനെ കൊണ്ട് അതും ഇതുമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് തിരികെ കൊടുത്തെന്നോ? തിരികെ കൊടുത്തതിനെ കുറിച്ചല്ലല്ലോ ഞാൻ പറയുന്നേ, കരുതലിനെ കുറിച്ചല്ലല്ലോ. കരുതുന്ന ദൈവം ഉയർത്തുന്നവനാ. എന്തിനാ കരുതിയിരിക്കുന്നേ? ഉയർത്തുവാൻ വേണ്ടിയാ. അബ്രഹാം മല കയറുമ്പോൾ ഇസഹാക്ക് എന്ന മകന്റെ അപ്പനാണ്. ശ്രദ്ധിക്കണമേ, മകന്റെ അപ്പൻ, മകന്റെ അപ്പൻ, മകന്റെ അപ്പൻ. എന്നാൽ ചരിത്രം പറയുന്നു പിന്നത്തേതിൽ അബ്രഹാം മകന്റെ അപ്പനല്ല, മക്കളുടെ അപ്പനായി മാറി. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ ഈസഹാക്ക് അബ്രഹാമിന്റെ മകൻ, ഈസഹാക്ക് അബ്രഹാമിന്റെ മകൻ, ഈസഹാക്ക് അബ്രഹാമിന്റെ മകൻ എന്നല്ല, പല പല പേരുകൾ അബ്രഹാമിന്റെ തലമുറകളുടേതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അബ്രഹാം മകന്റെ അപ്പനിൽ നിന്ന് മക്കളുടെ അപ്പനായി മാറി. അതേ, നീ ഉയർച്ച പ്രാപിക്കും യേശുവിൻ നാമത്തിൽ. ആ കരുതൽ നിന്നെ ഉയർത്തും. ഒന്നുമില്ലാത്തവനായി താഴ്ച ഭവിച്ച് നീ ആയിരിക്കുന്നുവോ, പലതും ഉള്ളവനായി, പലതും ഉള്ളവനായി, പലതും 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 അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഉള്ളവനായി നീ ഉയർച്ച പ്രാപിക്കും. താങ്ക് യു ലോർഡ്. അപ്പോ അതിനായി എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. മര്യാദയ്ക്ക് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴെ താണിരിക്കുക. എപ്പോൾ വരെ? തക്ക സമയം വരെ, ദ റൈറ്റ് ടൈം. ആ സമയം വരും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ആ സമയം വന്നു. അവൻ ആ കരുതൽ അനുഭവിച്ചു. കൊണ്ടുപോയതുപോലെ തന്നെ തിരികെ മകനെയുമായി മടങ്ങി. മകനെയും കൊണ്ട് തന്നെ. ഓ അത് ദൂത. ചിലത് കൊണ്ട് തന്നെ മടങ്ങും. സഹോദരി, നീ ആ കുടുംബ കോടതിയിൽ കയറിപ്പോയത് നിന്റെ ഭർത്താവിനോട് ടാറ്റ പറഞ്ഞ് വീട്ടിൽ പോരാനല്ല, അവനെയും കൊണ്ട് മടങ്ങുവാനാ. ഓ നിന്റെ ഭാര്യയും കൊണ്ട് മടങ്ങുവാനാ. ആശുപത്രിയിൽ നിന്ന് നീ ആരോഗ്യത്തോടെ മടങ്ങുവാൻ പോകുക. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ആ ചിന്താകുലങ്ങൾ ഇട്ടവർ, ദൈവത്തിന്റെ കരുതൽ വിശ്വസിക്കുന്നവർ, അവന്റെ ബലമുള്ള കരങ്ങൾ കീഴെ താണിരിക്കുവാൻ മനസ്സുള്ളവർ, ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലമുള്ള കരങ്ങൾക്ക് കീഴെ താണിരിക്കുന്ന ഇവരെ, ചിതറിപ്പോയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പിടിക്കപ്പെട്ടു പോയ ഇവരെ അങ്ങ് ഉയർത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. ഉയർച്ച ഉണ്ടാകട്ടെ. ഓ രോഗികൾ സൗഖ്യമാകട്ടെ. ആരോഗ്യത്തോടെ ആശുപത്രികളിൽ നിന്ന് മടങ്ങട്ടെ. ആംബുലൻസ് നോക്കിയിരിക്കുന്നവർ, കുഴി വെട്ടുവാൻ സമയം നോക്കിയിരിക്കുന്നവർ, യേശുവിൻ നാമത്തിൽ ലജ്ജ കൊണ്ട് മുഖം കുനിയുന്ന അനുഭവത്തിലായി മാറട്ടെ. ആരോഗ്യത്തോടെ മടങ്ങട്ടെ. സന്തോഷമുണ്ടാകട്ടെ. ആ കുടുംബത്തിനകത്ത് സന്തോഷമുണ്ടാകട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ ഡിവോഴ്സ് മാറട്ടെ. ഭാര്യ ഭർത്താവിനൊപ്പം മടങ്ങട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കൊപ്പം മടങ്ങട്ടെ. മാതാപിതാക്കൾ ഓ സ്തോത്രം മക്കൾക്കൊപ്പം സന്തോഷമായി ജീവിക്കട്ടെ. മദ്യപാനം, വെറിക്കൂത്തുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി മാറട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. വെല്ലുവിളികൾ മാറട്ടെ. ഓ സ്തോത്രം, കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ദാരിദ്ര്യവും ഇല്ലായ്മയും മാറട്ടെ. തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വാഗ്ദത്തങ്ങൾ, പ്രോമിസസ് നിറവേറട്ടെ. ഓ താങ്ക് യു ലോർഡ്. ഇത് അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം യേശുവിൻ നാമത്തിൽ അത് നിറവേറട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളെ താഴ്ചയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ലോകത്തിന് മധ്യത്തിൽ ഉറപ്പിച്ച് നിർത്തി ഉയർച്ച പ്രാപിക്കുവാൻ, ദൈവസന്നിധിയിൽ നിർത്തുവാൻ തന്നെ ഞങ്ങളെ കർത്താവ് ശക്തീകരിക്കും. ഈ മെസ്സേജ് നിങ്ങൾ കാണുവാൻ കാരണമായി തീർന്നിട്ടുള്ളത് പ്രൈസർ ഫാമിലി പ്രിയ കുടുംബാംഗങ്ങൾ മുഖാന്തരമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ പോലെ മറ്റുള്ളവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുവാനുള്ള അവസരം നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ ഇതേ സമയം ഇതേ ചാനലിലൂടെ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൻ നേരം എന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നാം ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.